ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 5-ാമത്തെ അധ്യായം, ദ്വിതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇനി 6-ാമത്തെ അധ്യായത്തിലെ ബ്രഹ്മാവ് തുടരുകയാണ്. ബ്രഹ്മനാരദ സംവാദം അതിനെ തുടരുന്നു. ഈ പറഞ്ഞ സംഗതികൾ തന്നെ ഒന്നും കൂടി വേറെ ഒരു വിധത്തിൽ പറയുകയാണ്. വിസ്തരിക്കുക എന്ന് പറയുമല്ലോ, ഒന്നും കൂടിയാണ് വ്യക്തമാക്കുക എങ്ങനെയൊക്കെയാണ് സൃഷ്ടി ഉണ്ടായത്. സൃഷ്ടി ഉണ്ടായതിൻ്റെ ഒരു ചുരുക്കമാണ് പറഞ്ഞത്. ഈ 2 അധ്യായത്തിൽ 5ഉം 6ഉം അതാണ് പറയുന്നത്. 7 മുതൽക്ക് സ്തുതി വേറെ വിഷയത്തിലേക്ക് കിടക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം ബ്രഹ്മോ വാച വാചാം വന്നേർ മുഖൻ ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യകവ്യാമൃത അന്നാനാം ജിഹ്വ സർവരസസ്യ ച. എന്താണെന്ന് വെച്ചാൽ വാക്കുകൾക്കും വന്യയ്ക്കും വിരാട് പുരുഷൻ്റെ മുഖം ഉൽപ്പത്തിസ്ഥാനം. പഞ്ചഭൂതങ്ങൾ ആയിരിക്കുന്ന അഗ്നി, വെള്ളം, ആകാശം, ഭൂമി, വായു എന്നിവ ഉണ്ടായി എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണല്ലോ. പഞ്ചഭൂതങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, ഈ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള തന്മാത്രകൾ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയും. അതിനെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. നോട്ട് ചെയ്താൽ മനസ്സിലാവും. നോട്ട് ചെയ്തതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നോട്ട് എളുപ്പമാണ്. ശബ്ദ, സ്പർശ, രൂപ ചിലതൊക്കെ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമുക്കിങ്ങനെ കേട്ടുകൊണ്ടാണ് മനസ്സിലാവില്ല. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ. ശബ്ദം ആണ് വീണ്ടും പറയുന്നത്. സ്പർശം, രസം, രൂപം, ഗന്ധം ഇവയെ സൂക്ഷ്മ തന്മാത്രകൾ എന്ന് പറയും. സൂക്ഷ്മ തന്മാത്ര കാണാൻ പറ്റില്ല. ശബ്ദം കേൾക്കാനേ പറ്റൂ, കാണാൻ പറ്റില്ല. തൊട്ടറിയാനും പറ്റില്ല. അതിനൊക്കെയാണ് ഈ സൂക്ഷ്മം എന്ന് പറയുന്നത്. സ്പർശം എന്ന് പറഞ്ഞാൽ കാണാനങ്ങോട്ട് പറ്റണ സംഭവമല്ല, അത് തൊട്ടറിയണം നമ്മൾ, അല്ലേ? ആണ് സ്പർശം. രൂപം കണ്ടിട്ടാണ് അറിയണത്. രൂപം എന്ന് പറയുമ്പോൾ ആ രൂപം എന്നുള്ള കൺസെപ്റ്റല്ല അറിയണത്. ഏതിൻ്റെ രൂപമാണോ അത് അറിയുന്നു, അത്രയേ ഉള്ളൂ. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആബ്സ്ട്രാക്റ്റ് എന്ന് പറയും. ആബ്സ്ട്രാക്റ്റും കോൺക്രീറ്റും ഉണ്ട്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടറിയാവുന്നവ. ആബ്സ്ട്രാക്റ്റ് എന്നാൽ തൊട്ടറിയാൻ മൂർത്ത രൂപം ഇല്ലാത്തവ. മൂർത്ത രൂപമില്ലാത്തവയ്ക്കാണ് ആബ്സ്ട്രാക്റ്റ്. അതാണ് തന്മാത്രകൾ. അപ്പോൾ ആ തന്മാത്രകളിൽ നിന്നാണ് സ്ഥൂലഭൂതങ്ങൾ ഉണ്ടായത്. വെള്ളം, ഭൂമി, വായു, ആകാശം. അപ്പം അതിവിടെ പറയുന്നു, ഏതൊന്നിൽ നിന്ന് ഏതൊന്ന്. ഇവിടെ വിരാട് പുരുഷൻ എന്ന 14 ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള പുരുഷനെ വർണ്ണിക്കുകയാണ്. വാച വാക്കുകൾക്കും, വന്നേ വന്യയ്ക്കും, മുഖം വിരാട് പുരുഷൻ്റെ മുഖം, ക്ഷേത്രം ഉൽപ്പത്തിസ്ഥാനമാകുന്നു. എന്താപ്പത്? 2 കാര്യങ്ങൾ വിരാട് പുരുഷൻ്റെ മുഖത്ത് എവിടുന്നുണ്ടായി എന്നാണ് പറയുന്നത്. വിരാട് പുരുഷൻ്റെ ഏത് അവയവങ്ങളിൽ നിന്നുണ്ടായി ആലോചിച്ച് കഴിഞ്ഞാൽ രസമാണ് മനസ്സിലാക്കാൻ. കുറേ ഒരു വിരസത തോന്നും എന്നുണ്ടെങ്കിലും മുഖത്തിൽ നിന്നാണ് എന്തുണ്ടായത്? വാക്കും അതെ, അഗ്നിയും അതെ. 2 കാര്യങ്ങൾ മുഖത്ത് നിന്നുണ്ടായി. ഈ 2ഉം ഒരേപോലെയാണെന്നാണ്. ഇതാണ് വാക്കും അഗ്നി തമ്മിലുള്ള സാമ്യം. അഗ്നി നന്നായിട്ട് ഇങ്ങനെ കത്തുകയാണെന്ന് വെച്ചാൽ അല്ലേ? അടുപ്പാണെങ്കിലും അതെ, വിളക്കാണെങ്കിലും അതെ, സുഖമായിട്ട് ഇങ്ങനെ കത്തുമ്പോൾ ആ വിളക്ക് എത്ര ശ്രേഷ്ഠ. ഐശ്വര്യത്തിൻ്റെ വിളനില നിലവിളക്ക് എന്നാണ് നമ്മൾ പറയുക. കത്തുന്ന സ്ഥലത്ത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. നേരെ മറിച്ച് ആ തീയൊറ്റ തകരാറായാലോ മൊത്തം ഭസ്മാക്കും, അല്ലേ? അപ്പോൾ ഇത് 2നും മതി അഗ്നി.
ഹോമമൊക്കെ നടത്തുമ്പോൾ ഐശ്വര്യപൂർണ്ണമാണ്, വളരെ നല്ലതാണ്. അതേ സമയത്ത് തകരാറായി ദിശ മാറിക്കത്തിയാലോ ജീവനടക്കം എടുക്കാനും മതി. ഇതേപോലെയാണ് വാക്കും, അല്ലേ? നല്ല വാക്ക് ഏതൊരാളെയും ആകർഷിക്കും. ഒരാൾ നല്ല വാക്കാണ് പറയണമെങ്കിൽ അയാളുടെ സംസാരം കേട്ടാൽ അവിടെ ഇരിക്കാൻ തോന്നിട്ടോ, നല്ല സംസാരമാണ്, അതിന് പ്രാധാന്യമുണ്ട്. തകരാറായാലോ ഒരു വാക്ക് മതി ഒരു ജീവിതം തന്നെ നശിപ്പിക്കാൻ. ബോസിനോട് ശരിയല്ലാണ്ട് പറഞ്ഞു, അയാൾക്ക് ദേഷ്യം വന്നു, അത് വലുതായി മത്സരമായി പിരിച്ചുവിടുക. അങ്ങനെ സ്റ്റാഫ് നമുക്കിവിടെ വേണ്ട. ഒറ്റ വാക്കായിരിക്കും ചിലപ്പോൾ തുടക്കം, അത് വലുതായി തൊഴിലടക്കം നഷ്ടപ്പെട്ടു. എവിടേക്ക് എത്താൻ വേണമെങ്കിൽ കൊല്ലാം. ദേഷ്യം വാക്ക് ഏറ്റം മൂത്ത് കയ്യേറ്റമായി ഒരാൾ മരിച്ചു. അപ്പോൾ ആ വാക്ക് തകരാറായി കഴിഞ്ഞാൽ ജീവൻ എടുക്കാൻ മാത്രം മതി. നന്നായാലോ എന്ത് കാര്യവും അതുകൊണ്ട് നേടും ചെയ്യാം. നല്ല വാക്കാണ് പറയേണ്ടത്. അപ്പോൾ അത് രണ്ടും ഒന്നായിട്ട് സങ്കല്പിച്ചു. വാക്കും അഗ്നിയും ഒരേപോലെ ആകുന്നു. നന്നായാൽ നന്ന്, തകരാറായാൽ തകരാറായി. അതുകൊണ്ട് അത് രണ്ടും വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്നുണ്ടായി. വായിൽ നിന്ന്, മുഖം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ വായ എന്നുള്ള അർത്ഥത്തിലും പറയും. കണ്ണും മൂക്കും ചെവിയും എല്ലാം അടങ്ങിയതിന് നമ്മൾ മുഖം എന്ന് പറയുമല്ലോ. പക്ഷേ വായ എന്നുള്ളതിനും ചിലപ്പോൾ സംസ്കൃതത്തിൽ മുഖം എന്ന് പ്രയോഗിച്ച് കാണുന്നുണ്ട്. ഇവിടെ അതാണ് കൂടുതൽ യോജിക്കുക. വായിൽ നിന്ന് മുഖം ഉണ്ടായി, അഗ്നി ഉണ്ടായി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പത്തി സ്ഥാനം. ഒരുപാട് അർത്ഥമുള്ളൊരു വാക്കായി ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള അർത്ഥമുണ്ട്. ഉൽപ്പത്തി സ്ഥാനമാണ് ഇവിടുത്തെ അർത്ഥം. അങ്ങനെ സാധാരണ പറയാറില്ല. പിന്നെ കൃഷിസ്ഥലം എന്നൊരർത്ഥമുണ്ട് ക്ഷേത്രത്തിന്. കൃഷിസ്ഥലം പല അർത്ഥങ്ങളാണ്. ഇവിടെ ഉൽപ്പത്തി സ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിയുടെയും വാക്കിൻ്റെയും ഉൽപ്പത്തി സ്ഥാനം വിരാട് പുരുഷൻ്റെ വായ അല്ലെങ്കിൽ മുഖം അത് പറഞ്ഞിട്ടുണ്ട്. ഛന്ദസാം സപ്തധാതവ, ഛന്ദസ്സുകൾ എവിടെ നിന്നുണ്ടായി? സപ്തധാതുക്കളിൽ നിന്ന് ഉണ്ടായി. അതിൻ്റെ ഉറവിടം സപ്തധാതുക്കളാണ്. ശരീരത്തിൽ സപ്തധാതുക്കളുണ്ട്. രക്തം, മജ്ജാത് എന്നൊക്കെ പറഞ്ഞിട്ട് 7 ധാതുക്കൾ, അതിൽ നിന്നാണ് ഛന്ദസ്സുകൾ ഉണ്ടായത്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഓരോരോ സംഗതികൾ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു രീതിക്കാണ് ഛന്ദസ് എന്ന് പറയുക. ഇപ്പം ഗായത്രി ഒരു ഛന്ദസ്സാണ്. അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ് ഇതൊക്കെ ഛന്ദസ്സുകളാണ്. അപ്പം അതിലുള്ള അക്ഷരങ്ങൾക്കനുസരിച്ചിട്ടും ചെല്ലേണ്ട വിധത്തിനും അനുസരിച്ചിട്ട് ഇന്ന ഛന്ദസ് എന്ന് പറയും. ഗായത്രി ഒരു ഛന്ദസ്സാണ് എന്ന് പറയാം. വൃത്തം എന്ന് പറഞ്ഞുകൂടാ, വൃത്തം പോലെ ഉള്ള ഏകദേശം സമാനമായ ഒരു സംഗതിയാണ് ഛന്ദസ്. തൃഷ്ടുപ്പ് ഒരു ഛന്ദസ്സാണ്, അനുഷ്ടുപ്പ് ഒരു ഛന്ദസ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഛന്ദസ്സുകൾ ഭഗവാന്റെ സപ്തധാതുക്കളിൽ നിന്ന് ഉണ്ടായി. ഇനി ഹവ്യ കവ്യാമൃത അന്നാനാം, ഒരു 4 കാര്യം പറഞ്ഞു. ഹവ്യം, കവ്യം, അമൃതം, അന്നം. ഹവ്യം യാഗത്തിൽ ഉപയോഗിക്കുന്ന നിവേദ്യത്തിനാണ് ഹവ്യം എന്ന് പറയുക, ഹവിസ്. അതിൽ നമ്മൾ എന്താണോ ഹോമിക്കുക, നിവേദ്യത്തിൻ്റെ സ്ഥാനത്ത് എന്ന് പറയാം. പക്ഷേ യാഗമാകുമ്പോൾ അതിന് ഹവ്യം എന്നാണ് പറയുക. ഓരോരോ സ്ഥാനത്തിനനുസരിച്ചാണ് ഓരോന്ന് പറയുക, അല്ലേ? ഇപ്പം ഭക്ഷണം എന്ന് നമ്മൾ കഴിക്കുമ്പോൾ പറയും രാജാവ് കഴിക്കുക വെച്ചാലോ അമൃതത്തായി. ഭഗവാന് കൊടുക്കുമ്പോൾ നിവേദ്യമായി, സംഗതി ഒന്നു തന്നെയാണ്. പിതൃക്കൾക്ക് കൊടുക്കുമ്പോൾ എന്താ പറയുക? കവ്യം എന്നാണ് പറയുക. സംഗതി ചോറ് തന്നെയാണ്, പക്ഷെ അതിന് കവ്യം എന്ന് പറയണു. പിതൃക്കൾ കഴിച്ചാൽ അത് കവ്യമായി, രാജാവ് കഴിച്ചാൽ അമൃതത്തായി, ഭഗവാൻ കഴിച്ചാൽ നിവേദ്യമായി, നമ്മൾ കഴിച്ചാൽ ഭക്ഷണമായി. അതേപോലെ ഈ യാഗത്തിൽ നിവേദ്യമായിട്ട് നമ്മൾ എന്ത് സമർപ്പിക്കുന്നുവോ അതിനെയാണ് ഹവ്യം എന്ന് പറയുന്നത്. കവ്യം അടുത്തത് കവ്യമാണ്, അത് പിതൃക്കൾക്ക് കൊടുക്കുന്ന നിവേദ്യം എന്ന് പറയാം. അമൃതം ഭഗവാന് കൊടുക്കുന്നതും അന്നം സാധാരണ നമ്മൾ കഴിക്കണതും. അപ്പം ഇത് 4 എവിടുന്നുണ്ടായി? സർവരസസ്യ, എല്ലാ രസത്തിനും ജിഹ്വ, നാവിൽ നിന്നും ഉണ്ടായി. ശ്ലോകത്തിൽ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് അഗ്നിയും വാക്കും കൂടി ഒരു വിഷയം. അത് ഭഗവാന്റെ
മുഖത്ത് നിന്നുണ്ടായി. ഹവ്യകവ്യ അമൃത അന്നാനാം, 4 കാര്യം ഒരു കാര്യമാണത്. 4ഉം കൂടി എവിടുന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ജിഹ്വ, ഭഗവാന്റെ നാവിൽ നിന്നുണ്ടായി. ഛന്ദസ്സുകൾ, സപ്തധാതുക്കൾ, ഈ 3 കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. വാചാം വന്നേർ മുഖം ക്ഷേത്രം, വാക്കിനും വന്യയ്ക്കും 2 കാര്യത്തിന് ഭഗവാന്റെ മുഖം, അതൊരു കാര്യം. സപ്തധാതുക്കൾ എന്ന് ഛന്ദസ്, അത് 2ാമത്തെ കാര്യം. ഹവ്യം കവ്യം അമൃതം അന്നം, ഇത് 3ാമത്തെ കാര്യം. എവിടെ നിന്നുണ്ടായി? ജിഹ്വ, നാവിൽ നിന്നും ഉണ്ടായി. ഇതാണ് ആ ശ്ലോകത്തിൽ. ഉൽപ്പത്തി സ്ഥാനമായിട്ട് ഇങ്ങനെ വർണ്ണിക്കണമെന്ന് മാത്രം. നേരത്തെ വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞു, ഇപ്പോൾ ഉൽപ്പത്തി സ്ഥാനം എവിടുന്നുണ്ടായി എന്ന് ഇവിടെ പറയുന്നു ഈ അധ്യായത്തിൽ. 2ാമത്തെ ശ്ലോകം. സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായണേ അശ്വിനോരോഷധീനാം ച ക്രാണോ മോദപ്രമോദയോ. സർവാസൂനാം, എല്ലാ പ്രാണങ്ങൾക്കും, വായുവിനും, പ്രാണനും വായുവും കൂടി ഒരു കാറ്റഗറി ആക്കി തീർത്തു. ഒന്ന് അങ്ങനെയാണല്ലോ. പ്രാണൻ എന്ന് പറഞ്ഞാൽ വായുവാണ്. നമ്മുടെ ശരീരത്തിൽ 5 പ്രാണന്മാരുണ്ട് എന്നാണ്. അതാണ് നമ്മളെ നടത്തണത്. വായു പോയാൽ എന്തായി? മുഖത്ത് മുണ്ടിടാം അല്ലേ, തെക്കോട്ടെടുക്കുക, ഉള്ള പ്രാണൻ പോയി എന്നാണ്. ഈ പ്രാണനാണ് നമ്മളെ നിലനിർത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. അതിന് പൂർണ്ണൻ എന്നും പറയും. ശരിക്കും പറയുക ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ആ ചോറിനെ, ഭക്ഷണത്തെ നമ്മളൊന്ന് വളച്ച്, ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ വളച്ച് ഈ പ്രാണന് ഭക്ഷണം കൊടുക്കണു എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് നിയമം. സനാതനധർമ്മ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരാൾ വാരി കഴിക്കുകയല്ല. ആ ഭക്ഷണം വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് പ്രാണനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമേ കഴിക്കാവൂ എന്നുണ്ട്. പ്രാണനെ നിലനിർത്താൻ അല്ലാണ്ട് എങ്ങനെ കഴിക്കുക? സ്വാദിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പാടില്ല എന്നാണ്. എന്തേ കിട്ടിയാൽ കഴിക്കാറാവണം. അപ്പം അതാ പ്രാണനെ നിലനിർത്തൽ മാത്രമേ ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം പാടൂ. നാവിനെ രസിപ്പിക്കരുത്, അതിനല്ല. അതിനാണ് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉപാനായ സ്വാഹ, സമാനായ സ്വാഹ, പൂർണ്ണായ അല്ലെങ്കിൽ വ്യാനായ, 2 ഒന്നാ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഈ പ്രാണനെ നിലനിർത്താൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അമിതമായ സ്വാദിൽ എനിക്ക് താല്പര്യം വരരുത്. അതെന്നെ ഒരു വിനോദമായി കരുതരുത്. അതാണ് സർവാസൂനാം, 5 പ്രാണന്മാർ. ജീവികൾക്ക് ഇപ്പോൾ അത് പറ്റില്ല, അതൊക്കെ നോക്കി കഴിക്കാൻ പറ്റില്ല, എന്തായിട്ടേച്ചാൽ കഴിക്കുക. പക്ഷെ നമ്മളങ്ങനെ ആവരുത്. അപ്പം അതിന് പ്രാണാഹൂതി എന്നാണ് പറയുക. സാങ്കേതികമായിട്ട് പ്രാണാഹൂതി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക. ശബരിമലയ്ക്ക് മാലയിട്ട എല്ലാവരും കൂടി സ്വാമിയെ ശരണം എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. വാരി തിന്നില്ല, ചെയ്യാൻ പാടില്ല. അപ്പോൾ ആത്മീയമായിട്ടുള്ള ആ ഒരു അനുഷ്ഠാനം 41 ദിവസം മാലയിട്ടാലാണ് നമ്മൾ ചെയ്യുക. അതുപോരാ. എല്ലാ അനുഷ്ഠാനങ്ങളും 41 ദിവസത്തേക്ക് മാത്രമല്ല. അതൊരു ട്രെയിനിങ് മാത്രം, അത്രയേ ഉള്ളൂ. ബാക്കി ദിവസവും നമ്മളത് പാലിക്കണം. ഇപ്പം മദ്യം കഴിക്കില്ല, 41 ദിവസം കഴിക്കില്ല. മാല അങ്ങോട്ട് ഊരിയ പിന്നെ അതുവരെ ഇല്ലാത്തൊക്കെ ഇട്ട് കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 41 ദിവസം ഇട്ടിച്ചിട്ട് ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിലില്ല, യാതൊരു കാര്യമില്ല. അപ്പോൾ 41 ദിവസം നമ്മൾ മദ്യപാനം ഉപേക്ഷിച്ചാൽ 42ാമത്തെ ദിവസവും അത് പാലിക്കണം. എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ട്. അല്ലെങ്കിൽ വേസ്റ്റാണ്. ആ 41 ദിവസം കൂടി അവർ കുടിച്ചോട്ടേക്കാണ് നല്ലത്. എന്തപ്പോൾ കാര്യം? അതുകൊണ്ട് പ്രയോജനത്തിലേക്ക് എത്തണില്ല. അപ്പം അതേപോലെ ഈ അനുഷ്ഠാനം നമ്മൾ എന്നും ചെയ്യണം. പിന്നെ പറഞ്ഞു വായുവിനും പ്രാണനും വായുവിനും അനുഷ്ഠാനമാണ് ഭഗവാന്റെ മൂക്ക്. തന്നാസേ, മൂക്കിൽ നിന്നാണ് ഈ പ്രാണന്മാർ ഉണ്ടായത്. ശ്വാസോച്ഛ്വാസം അത് എങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ മൂക്കിൽ നിന്ന് 5 പ്രാണന്മാരുണ്ടായി. ഇനി അടുത്തത് പരമായനെ, ഉത്പത്തി സ്ഥാനങ്ങൾ. അശ്വിനി ദേവന്മാർക്കും ഓഷധികൾക്കും മോദപ്രമോദയോ സാമാന്യ വിശേഷ വാസനകൾക്കും ഘ്രാണം തന്നെ.
നാസികകൾ പ്രാണങ്ങൾക്കും വായുവിന് സ്ഥാനം, ഘ്രാണേന്ദ്രിയം അശ്വിനി ദേവതകൾക്കും ഓഷധികൾക്കും ഉൽപ്പത്തി സ്ഥാനം. ഇവിടെ ഒരു പ്രത്യേകത കാണാം. ഏതാണ് നാസിക, ഏതാണ് ഘ്രാണേന്ദ്രിയം? രണ്ടും തന്നെ അല്ലേ? കേൾക്കുമ്പോൾ ഒന്നാണ്, പക്ഷേ ടെക്നിക്കലി അതൊന്നല്ല. നാസികകൾ എന്ന് പറഞ്ഞാൽ ഗന്ധം അറിയാനുള്ള അവയവമാണ്. അവയവത്തിനാണ് നാസിക എന്ന് പറയുക. എത്ര ശാസ്ത്രീയമായിട്ടാണ് പണ്ടുള്ളവർ വിശകലനം ചെയ്തിരിക്കണം. എന്നാൽ ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നത് മണം അറിയാൻ ഉള്ള ഇന്ദ്രിയം ആണ്. ഇന്ദ്രിയം ഒരിക്കലും അവയവം അല്ല. അതെങ്ങനെ അല്ലാണ്ടേ? ഇപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ് കൂട്ടുക. അയാൾക്ക് എന്തുണ്ട്? മൂക്കുണ്ട്. മൂക്കില്ലേ? മരിച്ചവർക്ക് മൂക്കുണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല? ഘ്രാണേന്ദ്രിയം ഉണ്ടാവില്ല. അവിടെ വ്യത്യാസം. ആ മൂക്കുകൊണ്ട് അയാൾക്ക് എന്തറിയാൻ പറ്റില്ല? ഗന്ധം അറിയാനും പറ്റില്ല, ശ്വസിക്കാനും പറ്റില്ല. മൂക്ക് അവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ മൂക്കും ഘ്രാണേന്ദ്രിയവും ഒന്നാണോ? അല്ല. ജീവനുള്ള ശരീരത്തിലെ ഘ്രാണേന്ദ്രിയം ഉണ്ടാവുള്ളൂ. ജീവനില്ലാത്ത ശരീരത്തിലും മൂക്ക് അല്ലെങ്കിൽ നാസിക ഉണ്ടാവും. നാസിക അവയവവും ഇന്ദ്രിയം പ്രവർത്തനാത്മകമായ ശക്തിയുള്ളതുമാണ്. ആണ് വ്യത്യാസം. അതിനെയാണ് ഘ്രാണേന്ദ്രിയം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് ഓഷധികളും ഗന്ധം അറിയാനുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ടായി. മൂക്കിൽ നിന്ന് പ്രാണനും ഉണ്ടായി. അത്രയേ ഉള്ളൂ. ഇപ്പം മരിച്ച ഒരാൾക്ക് കണ്ണുണ്ടാവും, പക്ഷേ മരിച്ച ആൾക്ക് നേത്രേന്ദ്രിയം ഉണ്ടാവില്ല. ഇപ്പം രണ്ടുണ്ടല്ലേ? അയാൾക്ക് കാണാൻ കഴിയില്ല. കണ്ണവിടെയുണ്ട്. ആ കണ്ണെടുത്തിട്ട് വേണമെങ്കിൽ വേറെ ആൾക്ക് വയ്ക്കുകയും ചെയ്യാം അല്ലേ? നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ആ കണ്ണെടുത്ത് വേറെ ആൾക്ക് വയ്ക്കാം. അപ്പോൾ കണ്ണവിടെയുണ്ട്. പക്ഷേ ആ കണ്ണ് എപ്പോഴാണ് ഇന്ദ്രിയമായിട്ട് മാറുന്നത്? ജീവനുള്ള മറ്റൊരു ശരീരത്തിലെത്തുമ്പോൾ അവിടെ നേത്രം ഉണ്ടാവണു. ഇതേ കണ്ണിൽ നേത്രം ഉണ്ടാവുകയാണ് ചെയ്യണത്. മരിച്ച ശരീരത്തിൽ നേത്രേന്ദ്രിയം ഇല്ല. മരിച്ച ശരീരത്തിൽ ശ്രോത്രേന്ദ്രിയം ഇല്ല. ചെവിയുണ്ട്. ചെവി കാണാണ്ട് മരിച്ചിട്ടുണ്ട്, ചെവിയുണ്ട്, പക്ഷെ അയാൾക്ക് കേൾക്കാൻ കഴിയില്ല. എന്ത് നഷ്ടപ്പെട്ടു? ശ്രോത്രേന്ദ്രിയം ആ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ശ്രോത്രം, ഘ്രാണം, നേത്രം. അതേപോലെ കണ്ണ്, ചെവി, മൂക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കിത് അറിയില്ല. ഇതൊക്കെ പറയുമ്പോഴാണ് അറിയണത് അല്ലേ? നമുക്കറിയാം. അപ്പോൾ മൂക്കും ഘ്രാണവും രണ്ടാണ്. നേത്രവും കണ്ണും പര്യായമായിട്ടാണ് നമ്മൾ പഠിച്ചത്. നേത്രം, കണ്ണ്, അക്ഷി എന്നൊക്കെ പറഞ്ഞൊക്കെ കണ്ണാണ്. പക്ഷെ അങ്ങനെയല്ല. സാങ്കേതികമായിട്ട് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ശ്ലോകത്തിൽ പറഞ്ഞത്? എല്ലാ പ്രാണങ്ങളും ഭഗവാന്റെ മൂക്കിൽ നിന്നുണ്ടായി. എന്നാൽ ഘ്രാണേന്ദ്രിയത്തിൽ നിന്നുണ്ടായത് ഓഷധികളും അശ്വിനി ദേവന്മാരും ആണ്. കാരണം ദേവവൈദ്യന്മാർ രണ്ടാളാണ് ഈ അശ്വിനി ദേവന്മാർ എന്നാണ്. അവ ചികിത്സാ സംബന്ധമായിട്ടാണ് പറയുക. ദേവവൈദ്യന്മാരാണ്. അടുത്തത് രൂപാണാം തേജസാം ചക്ഷുർ ദിവസൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാഞ്ച തീർത്ഥാനാം ശ്രോത്രം ആകാശ ശബ്ദയോ. അതേപോലെ മറ്റിന്ദ്രിയങ്ങളെ പറയണം. ചക്ഷു കണ്ണ്, ചക്ഷു കണ്ണ്, നേത്രേന്ദ്രിയം. രൂപാണാം രൂപങ്ങൾക്കും, തേജസാം തേജസ്സുകൾക്കും, അക്ഷിണി അക്ഷികൾ, ആകാശത്തിന് സൂര്യസ്യ സൂര്യനും, കർണൗ ശ്രോത്രേന്ദ്രിയങ്ങൾ, ദിശാം ദിക്കുകൾക്കും, തീർത്ഥാനാം തീർത്ഥങ്ങൾക്കും, ശ്രോത്രം ശ്രോത്രവിടം, ആകാശ ശബ്ദയോ ആകാശത്തിനും ശബ്ദത്തിനും ഉറവിടം. ചക്ഷുരിന്ദ്രിയം തേജസ്സുകൾക്ക് ഉൽപ്പത്തി സ്ഥാനമാകുന്നു എന്നർത്ഥം. ഭഗവാന്റെ തേജസ്സാകുന്ന ചക്ഷുരിന്ദ്രിയം, കണ്ണ് എന്ന ഇന്ദ്രിയം, ചന്ദ്രൻ മുതലായ ഗോളങ്ങൾക്ക് ആസ്ഥാനമാണ്. വളരെ യുക്തിയുണ്ടല്ലോ. കാരണം കണ്ണിനാണ് പ്രകാശം ഉള്ളത്, കാണാൻ സാധിക്കുക. പ്രകാശ സ്വരൂപം കൊണ്ടാണ് കാണുന്നത്. ചന്ദ്രനും ഗോളങ്ങളും പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ചക്ഷുസിനെ
എന്തായിട്ട് ചിത്രീകരിച്ചു? ഗോളങ്ങളായിട്ട്, ചന്ദ്രൻ മുതലായവയായിട്ട് ചിത്രീകരിച്ചു. ഇനി ശ്രോത്രങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്ഥാനം. ഇവിടെ ശ്രോത്രം ഇന്ദ്രിയമാണ്, അവയവമല്ല. അത് ദിക്കുകൾക്ക് ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എത്ര ദിക്കുണ്ട് നമുക്ക്? 4 പ്രധാന ദിക്കുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ദിക്ക് വേറെയുണ്ട് അല്ലേ? അപ്പോൾ 8 ദിക്കായി. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഈ ദിക്കുകൾ കൂട്ടി 8ആയി. ഈ പറയുമ്പോൾ മുകളിലത്തെ ഒരു ദിക്കുണ്ട് എന്നാണ്, താഴത്തെ ഒരു ദിക്കും. 10 ദിക്കുണ്ട് നമുക്ക് എന്നാണ് ശരിക്ക്. സാധാരണ നമ്മൾ പ്രധാന 4 ദിക്ക് എന്നേ പറയുള്ളൂ. മഹാദിക്ക് എന്ന് പറയും അതിനെ. ആ കോണുകളിലൊക്കെ ദിക്കുകളുണ്ട്. മുകളിലൊരു ദിക്കുണ്ട്, താഴത്തുമുണ്ട്. ഈ 8 ദിക്കുകളെ പാലിക്കുന്നവർക്കാണ് അഷ്ടദിക്പാലന്മാർ എന്ന് പറയുക. നമ്മൾ അവരെ സ്മരിച്ചിട്ടൊരു കാര്യം തുടങ്ങിയാൽ അത് ശുഭമാവും എന്നാണ് നമ്മുടെ വിശ്വാസം. അഷ്ടദിക്പാലന്മാരെ തിരിഞ്ഞുകൊണ്ട് തൊഴുകാറുണ്ട് ചിലർ. ആരെയപ്പോൾ ഈ തിരിഞ്ഞ് തൊഴുകണ? അഷ്ടദിക്പാലന്മാരെയാണ്. വടക്ക് മുതൽ തിരിഞ്ഞ് വടക്ക് വരെ എത്തുക. അപ്പോൾ അഷ്ടദിക്പാലന്മാരെ വന്ദിക്കലാണ് അവിടെ നടക്കുന്നത്. കൊടിമരത്തിൻ്റെ താഴത്തെ അഷ്ടദിക്പാലന്മാരെ പ്രതിഷ്ഠിച്ച് കാണാം. അപ്പോൾ ആ ശ്രോത്രേന്ദ്രിയങ്ങൾ ആണ് ചെവി ഇവിടെ ദിക്കുകളായിട്ടുണ്ടായത്. ദിക്കുകളാണ്, ലോകത്തിൽ കാണുന്ന ദിക്കുകളാണ് ഭഗവാന്റെ ശ്രോത്രേന്ദ്രിയം. ചെവിയായിട്ടാണ് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ശ്രോത്രേന്ദ്രിയം ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനം. ചെവി ശ്രോത്രങ്ങൾ ദിക്കുകൾക്ക് എന്ന് പറഞ്ഞു. ശ്രോത്രേന്ദ്രിയം ആയിട്ട് പറഞ്ഞു. ഇനി ഇന്ദ്രിയമായിട്ട് വരുന്നതിന് ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനം. വെറും ചെവിയാണ് ആദ്യം പറഞ്ഞത്. പ്രവർത്തനാത്മകമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രോത്രേന്ദ്രിയം ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനമാകുന്നു. ഇനി അക്ഷികൾ, കണ്ണോ, നേത്രഗോളങ്ങൾ, ചക്ഷുസ്, അക്ഷികൾ, നേത്രഗോളങ്ങൾ, ഇതുപോലെ ശ്രോത്രങ്ങൾ കർണങ്ങളെയും വേറെ വേറെയായിട്ട് കാണണം എന്നർത്ഥം. കർണോ ദിശാംച തീർത്ഥാനാം ശ്രോത്രം ആകാശശബ്ദയോഹോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർണം എന്നാണ് കേട്ടോ. കർണം എന്ന് പറഞ്ഞാൽ ചെവി, ഇന്ദ്രിയങ്ങളല്ല. നോ, കർണം എന്ന് പറയുന്നത് ചെവിയാകുന്ന അവയവമാണ്. അത് ദിക്കുകൾക്ക് അടിസ്ഥാനം. വിരാട് പുരുഷൻ്റെ ചെവി എന്ന അവയവമാണ് ദിശ. ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക്. നേരത്തെ പറഞ്ഞ പോലെ 10 ദിക്കുണ്ട്. 4 പിന്നെ ഇടയിലുള്ള 4 പ്ലസ് മുകളിലെ താഴെ, ഇതാണ് 8 ദിക്ക് വരിക. ആ 8 ദിക്കുകൾ വിരാട് പുരുഷൻ്റെ ചെവി എന്ന അവയവം ആണ്. പക്ഷേ ശ്രോത്രേന്ദ്രിയം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് ആകാശത്തിനും ശബ്ദത്തിനും അടിസ്ഥാനമാണ്. പ്രവർത്തനാത്മകമായിട്ടുള്ള ചെവിയാണ് ശ്രോത്രം. പ്രവർത്തനരഹിതമായിട്ടുള്ള ചെവിയെയും നമുക്ക് കർണം എന്ന് പറയാം. അയാൾക്ക് ചെവി കേൾക്കില്ല, പക്ഷെ ചെവി ഉണ്ട്. പക്ഷെ അതിനൊരിക്കലും പ്രവർത്തനാത്മകമായ ഇന്ദ്രിയം എന്ന് പറഞ്ഞുകൂടാ. ഇന്ദ്രിയമല്ല അത് എന്നാണ് പറയുന്നത്. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അതിന് പ്രവർത്തനാത്മകത ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് തദ്ഗാത്രം വസ്തുസാരാണാം സൗഭാഗ്യസ്യ ച ഭാജനം ത്വകസ്യ സ്പർശവായോശ്ച സർവമേതസ്യ ചൈവഹി. ഭഗവാന്റെ ദേഹം, പുറമേ കാണുന്ന സ്ഥൂലദേഹം, വസ്തുസാരാണാം വസ്തുക്കളുടെ സാരങ്ങൾക്കും, സാരാംശങ്ങൾ എന്ന് പറയുന്നതിനോട് സാദൃശ്യം, സൗഭാഗ്യസ്യ സൗന്ദര്യത്തിനും ഭാജനമാണ്. ശരീരം 2 എണ്ണത്തിന് ആസ്പദമാണ്. ഒന്ന് സൗന്ദര്യം, ഒന്ന് സാരം. അതിന് ഭാജനമാണെന്ന് പറഞ്ഞാൽ അതിന് പാത്രമാണെന്ന് അർത്ഥം. ഇനി അവൻ്റെ ത്വക്ക്, വിരാട് പുരുഷൻ്റെ ത്വക്ക്, അസ്യ ത്വക്ക് സ്പർശവായോ, സ്പർശത്തിനും വായുവിനും യാഗങ്ങൾക്കും അടിസ്ഥാനമാകുന്നു. ത്വക്ക് എന്ന ഇന്ദ്രിയം, ത്വക്ക് എന്ന ഇന്ദ്രിയം പ്രവർത്തനാത്മകമായ ത്വക്കാണ്. അല്ലെങ്കിൽ അതിന് സ്പർശശക്തി ഉണ്ടാവില്ല.
ഡയബറ്റിക് ന്യൂറോപ്പതി വന്നാൽ ആദ്യത്തെ ലക്ഷണം ചെരുപ്പ് ഊരിപ്പോയാൽ അറിയില്ല. അപ്പോൾ ത്വക്ക് എന്ന് പറയുന്ന അവയവങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ, എവിടെയും പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് എന്താ അറിയുന്നില്ല, കാലിലത്തെ ചെരുപ്പ് ഊരിപ്പോയാൽ അറിയാത്തതാണ് ആദ്യത്തെ ലക്ഷണം കാണിക്കുക. ന്യൂറോപ്പതി എന്നാണ്. സ്പർശം അറിയണില്ല, വലിയൊരു അപകടമാണത്. എന്താ കാരണം വെച്ചാൽ വേദന, ഇൻഫെക്ഷൻ ഇതൊന്നും അറിയില്ല. നല്ലതല്ലേ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നല്ലതല്ല. ഈ വേദന നമുക്കൊരു സിഗ്നലാണ് ശരീരം തരുന്നത്, നോക്കിക്കോളൂ ഇവിടെ കുഴപ്പമുണ്ട്, ശിവ വേദനിക്കണു, ഡോക്ടറെ കാണിച്ചു, കണ്ടെത്തി അതിലെന്തോ ഇരിക്കേണ്ട, എടുത്തു കളഞ്ഞു, മരുന്ന് വെച്ചു, സുഖമായി മാറി. അപ്പോൾ ആ വേദന ശരീരം നമുക്ക് തരുന്ന സിഗ്നലാണ്. വേദന ഇല്ലെങ്കിൽ സുഖമില്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, മഹാ അപകടമായിട്ടാണ് വരിക. അതിരുന്ന് പഴുത്താലും നമുക്ക് വേദനിക്കില്ല. അപ്പോൾ പ്രവർത്തനാത്മകമായ ത്വക്കിനെയാണ് ഇവിടെ സ്പർശേന്ദ്രിയം എന്ന് പറയുന്നത്. രസമാണ്, ആലോചിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശാസ്ത്രം പോലെയാണത് പറയുക. അപ്പം അത് ഏതിൽ നിന്നുണ്ടായി? സകല യാഗങ്ങൾക്കും ത്വക്കീന്ദ്രിയങ്ങളും ഇവൻ്റെ ത്വക്കിൽ നിന്നുണ്ടായി. സ്പർശയോ, സ്പർശം എന്ന് പറയുന്ന സംഗതിയും യാഗവും ഇവൻ്റെ ത്വക്കിൽ നിന്നും ഉണ്ടായി, ഭഗവാന്റെ ത്വക്കിൽ നിന്ന് ഉണ്ടായി. ഇനി അടുത്തത് ഉൽപ്പത്തിയാണ്. ശരിക്കും ഉൽപ്പത്തി എന്ന സംഗതി ബൈബിളിലും പറയുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. വെള്ളം ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെ ശബ്ദം ഉണ്ടായി എന്ന് തന്നെ പറയണം. ശാസ്ത്രങ്ങളൊക്കെ ഒരേപോലെയല്ലോ പോവുക. രോമാനുബിജാതീനാം ഏർവാ യജ്ഞസ്തു സംഭൃത കേശശ്മശ്രു നഖാന്യശിലോ ലോഹാഭ്രവിദ്രുതാം. താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണെന്നാണ് പറയുക. അല്ലാത്തവർക്ക് മടുക്കും. അതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് മടുക്കണത്. ഉദ്ഭിജാതീനാം വൃക്ഷങ്ങൾക്ക് ഈ സൃഷ്ടി 4 തരത്തിലുണ്ടെന്നാണ് ഒരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ. വേറെ തരത്തിൽ വേറെ ഉണ്ടാവും. ഏത് ഈ 4 തരം? ഒന്ന് മുളച്ച് വരിക, അതാണ് ഉദ്ഭിജാതീനാം. പുല്ല്, ചെടികൾ ഇതൊക്കെ മുളച്ച് വരികയാണ്, അതിനാണ് ഉദ്ഭിജങ്ങൾ എന്ന് പറയുക. മുളച്ച് വരിക. വിത്തിൽ നിന്നുണ്ടാകുന്നവ അത് വേറൊരു തരം. സ്വേദജം. സ്വേദജം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർപ്പിൽ നിന്നുണ്ടാകുന്ന പേന്, മറ്റ് മൈക്രോബ്സുകൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ, അങ്ങനെ ചില അണുക്കളുണ്ട്. അവ തന്നെ ശരീരത്തിലുണ്ടാവും അത്രേ. ചിലത് പേനൊക്കെ ശരീരത്തിലുണ്ടാവണം, വേറെ ആളിൽ നിന്ന് വന്നോളന്നില്ല. ഉണ്ടായ വേറെ ആളിലേക്ക് പോകുന്നേലൂ, തന്നെ ഉണ്ടാവുകയാണ് സ്വേദജം. സ്വേദം എന്ന് പറഞ്ഞാൽ വേർപ്പ്. പിന്നെയാണ് അണ്ടജം, മുട്ട വിരിഞ്ഞ് ഉണ്ടാവുന്നത്, മുട്ടയിട്ടിട്ടുണ്ടാവുന്നത്. പാമ്പുകളൊക്കെ പൊതുവേ അണലി ഒഴികെ ബാക്കിയൊക്കെ മുട്ട വിരിഞ്ഞിട്ടാണ്. അണലി മാത്രം കുട്ടികളെ പ്രസവിക്കുന്നു, പക്ഷേ അതിന് മുട്ട ഉണ്ട് എന്നാണ് പറയണത്. മുട്ട വിരിയുന്നത് വയറിലാത്രേ, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം അതൊക്കെ അണ്ടജങ്ങളാണ്. സ്വേദജം, അണ്ടജം, ഉദ്ഭിദം, അങ്ങനെ പ്രസവിച്ചുണ്ടാവുന്നത്. അവയ്ക്കാണ് ജരായുജം എന്ന് പറയുക. ജരായു എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ കുട്ടിയെ പൊതിയുന്ന ചർമ്മമാണ് ജരായു. ജഡായു അല്ല കേട്ടോ, ജരായു. അപ്പോൾ അങ്ങനെ ഉണ്ടാവേണ്ടതിനെ ജരായുജം എന്ന് പറയും. ജരായുജം, സ്വേദജം, അണ്ടജം, ഉദ്ഭിദം. ഉൽപ്പത്തിക്കനുസരിച്ച് 4 സൃഷ്ടിയെ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉദ്ഭിദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി 3 മറക്കുക തൽക്കാലം. ഉദ്ഭിജാതീനാം വൃക്ഷങ്ങൾ, മുളച്ചുണ്ടാകുന്നവ. അവ ഏതിൽ നിന്നുണ്ടായി? കേശശ്മശ്രു നഖാനി. എല്ലായിടത്തും പല ദിക്കിലും വ്യത്യാസപ്പെടുത്തി പറയുമെന്നുണ്ടെങ്കിൽ ഇത് ഒരേപോലെ പറയണം. രോമങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിരാട് പുരുഷൻ്റെ രോമങ്ങളാണ് ഈ ലോകത്തിലെ വൃക്ഷങ്ങൾ. എവിടെയും അതന്നെ പറയണം, മാറ്റുന്നില്ല. ചില ദിക്കിൽ ചിലത് മാറും, ഇത് മാറണേ ഇല്ല. എല്ലാ ദിക്കിലും ഒന്ന് തന്നെ പറയാം. കേശം തലമുടി, ശ്മശ്രു മീശ, നഖാനി നഖങ്ങൾ, ഇവയാണ് മുളച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. രോമം മുളച്ചുണ്ടാവുന്നതിന് സാമ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശിലോലോഹാപ്രവിദ്യുതാം. നമുക്ക് ലോകത്തിൽ ശിലകൾ, ലോഹങ്ങൾ, മേഘങ്ങൾ ഇതിനെ കാണാം ഇല്ലേ? കുഴിച്ചെടുക്കുന്നതായ മിനറൽസാണ് ലോഹങ്ങൾ.
ശിലകൾ, കല്ല്, ചില കല്ലൊക്കെ ഔഷധമാണ്, കന്മദം മുതലായിട്ടുള്ളതൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കന്മദം. അതേപോലെ മേഘങ്ങൾ, ഇതൊക്കെ മിന്നലുകൾ ഇവയ്ക്ക് അടിസ്ഥാനം ആണ്. ശിലാലോകാദ്യ വിദ്യുതാം. രോമങ്ങൾ, വൃക്ഷങ്ങൾ മുതലായിട്ട് സകലം സ്ഥാനം ആയിട്ട് യാഗത്തിന് സ്ഥാനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ. പിന്നെ കേശങ്ങൾ, തലമുടി, മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലുകൾക്കും പാദനഖങ്ങൾ കല്ലുകൾക്കും കൈനഖങ്ങൾക്കും ലോഹങ്ങൾക്കും സ്ഥാനമാകുന്നു. ഈ ശ്ലോകത്തിലപ്പോൾ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഉദ്ഭിച്ച ജാതീനാം, വൃക്ഷജാതികൾ ഏന്നുണ്ടായി? അവ നഖത്തിൽ നിന്ന് രോമങ്ങളിൽ നിന്നുണ്ടായി. കേശശ്മശ്രു നഖാനി. ഈ രണ്ടാമത്തെ കാര്യമാണ് ശ്മശ്രുക്കൾ. അത് നഖങ്ങൾ മുതലായിട്ടുള്ളവ ശിലകൾ, ലോഹങ്ങൾ മുതലായിട്ടിൽ നിന്നുണ്ടായി. കൈനഖങ്ങൾ, ലോഹങ്ങൾ എന്നിവയ്ക്ക് ആസ്പദമാണ് പാദത്തിലെ നഖങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ പാദത്തിലത്തെ നഖങ്ങളിൽ നിന്നുണ്ടായത് ലോഹങ്ങൾ, കല്ലുകൾ, വൃക്ഷങ്ങളുണ്ടായത് രോമങ്ങൾ. എന്നാൽ 2 കാര്യമാണ് പറയുന്നത്. രോമാണുബിജാതീനാം, രോമങ്ങളിൽ നിന്ന് വൃക്ഷങ്ങൾ, ബീജങ്ങളിൽ നിന്ന് വൃക്ഷങ്ങൾ ഉണ്ടായി. ഏർവ യജ്ഞസ്തു സംവൃത, യജ്ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് വൃക്ഷങ്ങളെ പറയുക. ഇനി അടുത്തത് കേശശ്മശ്രു നഖാന്യസ്യ, കാലിലത്തെ നഖങ്ങളിൽ നിന്ന് ശിലകളും ലോഹങ്ങളും ഉണ്ടായി, മേഘങ്ങളും ഉണ്ടായി. ഇനി അടുത്തത് ബാഹവോ ലോകപാലാനാം പ്രായചക്ഷേമകർമ്മണാം വിക്രമോ പൂർവസ്വച്ഛ ക്ഷേമസ്യ ശരണസ്യ ച. പ്രായേണ ബാഹവ കൈകൾ, ക്ഷേമകർമ്മണ ക്ഷേമകർമ്മങ്ങളോടുകൂടിയ, ലോകപാലാനാം ലോകപാലന്മാരുടെ 3 ലോകങ്ങളുടെ താണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും അനുഭവിക്കുന്നതായ സുഖം എന്ന് വച്ചാൽ ഭഗവാന്റെ കൈകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പാലിക്കുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തിസ്ഥാനം, ലോകത്തെ പാലിക്കുന്നത് ഈ അഷ്ടദിക്പാലന്മാരാണെന്നാണ്. ഇന്ദ്രായ നമ, വൈശ്വാനരായ നമ, പിതൃപദേ നമ, നിരൃതേ നമ, വരുണായ നമ, വായവേ നമ, കുബേരായ നമ, ഈശാനായ നമ. ഈ അഷ്ടദിക്പാലന്മാർ, അപ്പം അതിനെ നമ്മൾ നോക്കിയിട്ടാണ് വീടും കൂടി കെട്ടുക. ഈശാന കോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഈശാനൻ എന്ന ദേവൻ കുടികൊള്ളുന്നു. ഇന്ദ്രനാണ് കിഴക്ക് വശത്ത് നിൽക്കുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി കോണാണ്. അവിടെ മിക്കവാറും പഴയ കാലത്തൊക്കെ അടുക്കള വരേണ്ടത് എന്നാണ്. അഗ്നി ക്ഷേത്രത്തിലൊക്കെ അവിടെ ഇരിക്കും അടുക്കള. തെക്ക് ഭാഗത്ത് പിതൃപതി അല്ലെങ്കിൽ യമൻ നിൽക്കുന്നു. കന്നിമൂല എന്ന് നമ്മൾ പറയുന്നിടത്ത് നിരുതി എന്ന അസുരദേവതയാണ്. അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും ദൈവകാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയും കന്നിമൂലയിൽ. അത് യോജിക്കില്ല. കാരണം അസുരദേവനും ദേവകാര്യങ്ങളും കൂടിയിട്ട് യോജിക്കില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഈശാന കോണിലാണ് ഈശ്വര കാര്യങ്ങളും ദേവകാര്യങ്ങളും ചെയ്യേണ്ടത്. എന്തായാലും ആ അഷ്ടദിക്പാലന്മാർ, അതാണ് ഭഗവാന്റെ കൈകൾ എന്ന് പറയുന്നത്. കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനും സ്ഥാനമാണ് എന്നർത്ഥം. ബാഹവോ അഷ്ടദിക്പാലന്മാരാണ് ഭഗവാന്റെ കൈകൾ. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ പൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. നമുക്കൊക്കെ ക്ഷേമം നൽകുന്ന ദിക്പാലകന്മാരാണ് ഭഗവാന്റെ കൈകൾ. 3 ലോകങ്ങളുടെ പാദന്യാസം സംരക്ഷണത്തിന് ഉപകരിക്കുന്നു. ഇനി അടുത്തത് 34 കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. മെല്ലെ നീങ്ങുള്ളൂ ഈ ഭാഗം.